ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. സ്വാമി കൃഷ്ണദാസ് ബാബ. ഹിമാലയത്തിൽ മഹാവിഷ്ണു ഭജനം ചെയ്തുകൊണ്ടിരുന്ന മഹാതപസ്വിയായിരുന്നു സ്വാമി കൃഷ്ണദാസ് ബാബ. പതിവ് പോലെ ഒരു ദിവസം അഗാധ ധ്യാനത്തിൽ മുഴുകിയിരുന്നപ്പോൾ വളരെ സ്പഷ്ടമായ ഒരു ശബ്ദം അദ്ദേഹം കേട്ടു. ശ്രീ മഹാവിഷ്ണു മാനവാകാരം കൊണ്ട് ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ വസിക്കുന്നു. കഴിയുന്നത്ര നേരത്തെ അവിടെ പോകുക, ഭഗവാനെ ദർശിക്കുക. ധ്യാനത്തിൽ നിന്ന് ഉണർന്നപ്പോൾ സന്യാസിക്ക് വലിയ സന്തോഷം. ദിഗംബര സന്യാസിയായ അദ്ദേഹം പുട്ടപർത്തിക്ക് പോകാൻ തീരുമാനിച്ചു. അതിനായി കുറച്ചു വസ്ത്രം സംഘടിപ്പിച്ചു. താമസിയാതെ പ്രശാന്തി നിലയത്തിലെത്തി. ഭഗവാൻ ഉടൻ തന്നെ ദർശന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചു കൊണ്ടരുളി, അങ്ങനെ താങ്കൾ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നു ഭഗവാൻ. അവിടുന്ന് എന്നെ വിളിച്ചത് മോക്ഷം നൽകാനാണോ? സ്വാമി അരുളി, മോക്ഷത്തിനു മുമ്പ് താങ്കൾ മനുഷ്യ സമൂഹത്തെ സേവിക്കേണ്ടതുണ്ട്. മുംബൈക്കടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോകൂ. അവിടെ സാധന തുടരുക. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഒരു ധനികൻ വരും, പൂജാരിയാകാൻ വിളിക്കും. താങ്കൾ അദ്ദേഹത്തോട് 2 ചോദ്യങ്ങൾ ചോദിക്കണം. ആ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്താണ്? എവിടെയാണ് ക്ഷേത്രം? അപ്പോൾ താങ്കൾക്ക് ഈ ഉത്തരങ്ങൾ ലഭിക്കും. അതൊരു ഗുരു ദത്താത്രേയ ക്ഷേത്രമാണ്. മഹാരാഷ്ട്രയിലെ റേവഡണ്ട ജില്ലയിൽ പൗൾ എന്ന സ്ഥലത്താണ് ക്ഷേത്രം. കുന്നിൻ മുകളിലെ ആ ക്ഷേത്രത്തിലെത്താൻ ഏകദേശം 500 പടവ് കയറണം. പൂജാരി സ്ഥാനം സ്വീകരിക്കുക. പിന്നെ താഴെ വരേണ്ട ആവശ്യമില്ല. സ്വാമി താങ്കൾക്ക് ഭക്ഷണവും വിഭൂതിയും അവിടെ നൽകുന്നതാണ്. ക്ഷേത്ര ദർശനം നടത്തുന്നവർക്കെല്ലാം ആ ദിവ്യ വിഭൂതി നൽകുക. അത് അവർക്ക് അനേകം അനുഗ്രഹങ്ങൾ നൽകും. ഇങ്ങനെ ജനങ്ങൾക്ക് കുറച്ചു വർഷം സേവനം ചെയ്യൂ. ഈ ജോലി ചെയ്യാൻ ഞാൻ താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ധ്യാന സമയത്ത് ചോദിക്കുക. തൃപ്തികരമായ മറുപടി ലഭിക്കും. എപ്പോഴെങ്കിലും എന്തെങ്കിലും സന്ദേശം നൽകേണ്ടതുണ്ടെങ്കിലും അതും ധ്യാനവേളയിൽ സ്വാമി നൽകും. ഒരു ദിവസം ശ്രീ ലക്ഷ്മൺ ദാസ് ഭാട്ടിയെയും ശ്രീ ഗാധിയെയും മുംബൈയിലെ പ്രാന്തപ്രദേശങ്ങളിൽ ശ്രീ സത്യസായി ബാബയുടെ ദിവ്യ സന്ദേശം നൽകി സഞ്ചരിക്കുമ്പോൾ ഒരു ഭക്തൻ ചോദിച്ചു, സ്വാമി കൃഷ്ണദാസ് ബാബയെ പറ്റി എന്തെങ്കിലും അറിയാമോ? ഗാധിയ അറിയില്ലെന്ന് പറഞ്ഞു. അവർ അത്ഭുതകരമായ കഥകൾ കേട്ടപ്പോൾ അവർക്ക് സന്യാസിയെ കാണാൻ താല്പര്യമായി. ഉത്തമ സന്യാസിയുമായി സമ്പർക്കം പുലർത്താൻ കഴിഞ്ഞാൽ അത് ഈശ്വര കാരുണ്യം കൊണ്ടാണെന്ന് അറിയുക. ഷിർഡി സായിയും സത്യസായിയും പറഞ്ഞിട്ടുണ്ട്, സന്യാസികൾ മാനവന്റെ പ്രാണനാണ്. അവർ മനുഷ്യനിൽ മാറ്റം വരുത്തുക വഴി വലിയ സേവനം ചെയ്യുന്നു. അങ്ങനെ സ്വാമിയുടെ കാരുണ്യത്താൽ ഗാധിയയ്ക്ക് സ്വാമി കൃഷ്ണദാസ് ബാബയെ ദർശിക്കാനായി. മഹാരാഷ്ട്രയിലെ റേവഡണ്ട ജില്ലയിലെ ചൗൾ ഗ്രാമത്തിലെത്താൻ 5 മണിക്കൂർ വേണ്ടി വന്നു. സ്വാമി കൃഷ്ണദാസ് ബാബ 2 വർഷമായി കുന്നിന്റെ താഴെ വന്നിട്ടില്ല. ഗാധിയയും സംഘവും പടികയറി ചെന്നപ്പോൾ അദ്ദേഹം തിരക്കിട്ട് വന്നു ചോദിച്ചു, ആരാണ് ഗാധിയ? ഭക്തന്മാരിൽ ഒരാൾ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചു. സ്വാമി കൃഷ്ണദാസ് പറഞ്ഞു, ധ്യാന സമയം സ്വാമിയിൽ നിന്ന് ഒരു സന്ദേശം ലഭിച്ചു. താഴെ പോയി ഗാധിയെ സ്വീകരിച്ച് കുന്നിന്റെ താഴെ ഒരു പരിപാടി നടത്താൻ ബാബ നിർദ്ദേശിച്ചു. അത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. പരിപാടിയെ പറ്റിയുള്ള വാർത്ത പെട്ടെന്ന് പരന്നു. അരമണിക്കൂറിനുള്ളിൽ ഭഗവാൻ ബാബയുടെ ദിവ്യ സന്ദേശം കേൾക്കാൻ 500-ലധികം ജനങ്ങൾ തടിച്ചുകൂടി. ഗാധിയെ സംസാരിച്ചു. സ്വാമി കൃഷ്ണദാസ് സംസാരിച്ചില്ല. ലക്ഷ്മൺ ദാസ് ഭാട്ടിയ ശ്രീ സത്യസായി ബാബയുടെ ചില ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. എല്ലാവരും വളരെ സന്തോഷിച്ചു. പരിപാടി കഴിഞ്ഞു. അവർ കുന്നിൻ മുകളിലെ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിന് പിന്നിലായി ഒരു മുറിയുണ്ട്. ഷിർഡി ബാബയുടെയും സത്യസായി ബാബയുടെയും ചിത്രങ്ങൾ തൂക്കിയിരുന്നു. സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ വിഭൂതി പാത്രം വെച്ചിരുന്നു. ഈ മുറിക്ക് അപ്പുറത്തേക്ക് ആരെയും പോകാൻ അനുവദിച്ചിരുന്നില്ല. ആ മുറിക്ക് പിന്നിൽ ഒരു വരാന്തയും കെട്ടിടത്തിന്റെ അടിത്തറയിലേക്ക് പോകാൻ ഗോവണിപ്പടിയുമുണ്ട്. ഇവിടെയാണ് സ്വാമി കൃഷ്ണദാസ് ബാബ ധ്യാനിക്കുക. അദ്ദേഹത്തിനുള്ള ഭക്ഷണം ദിവസവും 4 തവണ പ്രത്യക്ഷപ്പെട്ടിരുന്നതും അവിടെ തന്നെ. പ്രാതൽ രാവിലെ 7 മണിക്കും, മധ്യാഹ്ന ഭക്ഷണം 1 മണിക്കും, ലഘുഭക്ഷണം 5 മണിക്കും, രാത്രി ഭക്ഷണം 7 മണിക്കും പ്രത്യക്ഷപ്പെട്ടിരുന്നു. 40ഓളം ഗ്രാമങ്ങളിൽ നിന്നുള്ള ഭക്തന്മാർ സ്വാമി കൃഷ്ണദാസിനെ സന്ദർശിച്ച് ഗുരു ദത്താത്രേയന്റെ ദർശനം നേടി അക്ഷയപാത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ദിവ്യ വിഭൂതിയും സ്വീകരിച്ച് അനുഗ്രഹീതരാകുന്നു. വ്യാഴാഴ്ച മാത്രമേ ക്ഷേത്ര ദർശനം അനുവദിച്ചിരുന്നുള്ളൂ.
അന്ന് 500 പേർ ക്ഷേത്രത്തിലേക്കുള്ള പടികൾ കയറി വന്ന് ദർശനം നടത്തും. എല്ലാവർക്കും അക്ഷയപാത്രത്തിൽ നിന്ന് ദിവ്യമായ വിഭൂതി അദ്ദേഹം വിതരണം ചെയ്യും. മറ്റുള്ള ദിവസങ്ങളിൽ ഭഗവാൻ ബാബ നിർദ്ദേശിച്ചതനുസരിച്ച് സ്വാമി കൃഷ്ണദാസ് ധ്യാനവും സാധനയും അനുഷ്ഠിക്കുന്നു. ഓം തത്സത്.